സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂര്യഗായത്രി, ഇതിപ്പോ അവര് പറഞ്ഞൊരു കാര്യം യൂത്ത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്കല്ല, സാധാരണക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അത് പട്ടികയിൽ ഇടം പിടിച്ചവർക്ക്, റാങ്ക് നേടിയവർക്ക് പോലും PSC വഴി ജോലി കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ബഹുജന സമരം എന്നുള്ള രീതിയിലാണ് പ്രതിഷേധം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ നേതാക്കൾ അവിടെ ഉണ്ടോ? കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധമെങ്കിലും അതല്ലാത്തവർ പ്രതിഷേധത്തിൽ ഉണ്ടോ? ഇപ്പോഴെന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? സ്മിത, പ്രവർത്തകരെ അനുനയിപ്പിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളൊക്കെ തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രവർത്തകരെ മാറ്റി നിർത്താൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പ്രവർത്തകരെ പോലീസ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നതിൽ നിന്നുമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പിന്നീട് ഇവർ പരസ്പരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. ഈ ബാരിക്കേഡ് പകുതിയിലധികം മാറ്റി അപ്പുറത്തേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമത്തെ പൂർണ്ണമായും പോലീസ് തടഞ്ഞതോടുകൂടിയാണ് വലിയ സംഘർഷത്തിലേക്ക് സാഹചര്യം എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ പ്രധാനമായിട്ടും ഈ പിൻവാതിൽ നിയമനങ്ങൾ അധികമായിട്ട് ഈ സർക്കാരിന്റെ കാലയളവിൽ നടക്കുന്നു. അതുകൊണ്ട് തന്നെ റാങ്ക് ലഭിച്ച PSC പട്ടികയിൽ ഇടം നേടിയവർ പലർക്കും ജോലി ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, അത് കേരളത്തിലെ യുവാക്കൾ കൂടുതലും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു ബഹുജന പ്രശ്നമാണത്. അതുകൊണ്ട് അതിൽ സർക്കാരിനെതിരെ PSCക്കെതിരെയൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഈ മാർച്ച് ഇപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ മാർച്ചിനെ തടയാൻ ശ്രമിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു എന്നുള്ള വിമർശനമാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവരെ അനുനയിപ്പിച്ച് മാറ്റാനുള്ള ശ്രമം ഇപ്പോഴും പോലീസ് നടത്തുന്നുണ്ട്. പക്ഷെ അതിന് തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോഴും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ഈ PSC ഓഫീസിന് മുന്നിൽ നടത്തുകയാണ്. സൂര്യഗായത്രിയാണ് കൊല്ലത്ത് നിന്ന് ഈ പ്രതിഷേധ മാർച്ചിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രതിഷേധ മാർച്ച് എത്തിയപ്പോൾ ബാരിക്കേഡുകൾ മറികടന്ന് PSC ഓഫീസിനകത്തേക്ക് കടക്കാനുള്ള, അങ്ങോട്ടേക്ക് സമീപത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം തടഞ്ഞതോടെയാണ് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. സൂര്യഗായത്രിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.